Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമുക്കൊന്നും മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവരെ, നമ്മുടെ സ്നേഹിതരെ, ജോലി സ്ഥലത്ത്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എല്ലാവരെയും എല്ലാം മറയ്ക്കാൻ പറ്റും. എന്നാൽ ദൈവത്തെ നമുക്കൊരു കാര്യവും മറയ്ക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് തന്നെ ഒന്നും മറയ്ക്കാതെ എല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരിടമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ട്രാൻസ്പെറൻസി ബിഫോർ ദ ക്രിയേറ്റർ. സൃഷ്ടാവിന് മുൻപിൽ ഒന്നും മറച്ചു വയ്ക്കരുത്. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? ആ സൃഷ്ടാവിൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വെക്കരുത്. നാം ഓർക്കേണ്ടത്, എത്ര വലിയ തെറ്റും എത്ര വലിയ പാപവും ഏതെല്ലാം നീചമായ പ്രവർത്തികൾ നാം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തുറന്നു പറയാനൊരിടം യേശുവിൻ്റെ സന്നിധിയാണ്. അങ്ങനെ എത്ര വലിയ കൊടുംപാപത്തിൽ നിന്നും രക്ഷിക്കാനാണല്ലോ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എബ്രായ ലേഖനം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. ഈ അഖിലാണ്ട ഗടാകത്തിൽ, ഈ ഭൂമിയിൽ, സ്വർഗത്തിലെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടല്ലോ കാര്യം നമുക്കുള്ളത്. യേശുവിൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ്. നമുക്കൊന്നും മറയ്ക്കാൻ പറ്റുകയില്ല. നമ്മുടെ യേശു വരാറായി. ആ യേശു വരുമ്പോൾ അവനോട് ഒരുമിച്ച് പോകുവാൻ, യേശുവിൻ്റെ മുമ്പിൽ പാപങ്ങൾ തുറന്നു പറഞ്ഞ് അവനുമായിട്ടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുവാൻ കാരണമാകും. പാപങ്ങൾ തുറന്നു പറയുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുവാൻ കഴിയും. ദൈവത്തിന് എല്ലാം അറിയാം എന്നുള്ളത് ഒരു ഭയത്തെ കൊണ്ടുവരാനല്ല, പിന്നെയോ തുറന്ന ഒരു മനസ്സാണ് വേണ്ടിയത്. ഇങ്ങനെ തന്നെ മനസ്സോടെ ജീവിക്കുമ്പോഴാണ് ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ സ്നേഹത്തിൽ വരണം. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ തുറന്ന മനസ്സോടെ ജീവിക്കുമ്പോഴാണ് യേശുവിൻ്റെ ആ ഇൻറ്റിമസി, ആ സ്നേഹം നമുക്ക് ലഭ്യമാകുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്നേഹം ഉണ്ടാകുന്നത്. നാം മറച്ചു വയ്ക്കുമ്പോൾ നാം ദൈവത്തിൽ നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും, ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ തുറന്നു പറയുമ്പോൾ നാം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ട്രാൻസ്പെറൻസി ബിഫോർ ദ ക്രിയേറ്റർ, സൃഷ്ടാവിന് മുമ്പിൽ
ഒന്നും മറച്ചു വയ്ക്കരുത്. ആ സൃഷ്ടാവിൻ്റെ മുൻപിൽ എല്ലാം നമുക്ക് തുറന്നു പറയാം. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു കാണും, കുറ്റങ്ങൾ വന്നു കാണും. എന്നാൽ ഈ ഒരു പുതിയ വർഷം എല്ലാറ്റിനെയും ജയിച്ച് യേശുവിൻ്റെ മുൻപിൽ ഹൈഡ് ചെയ്ത് മറഞ്ഞിരുന്നുള്ള ഒരു ജീവിതമല്ല, യേശുവിൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞ് സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരു നല്ല ജീവിതം ചെയ്യാൻ ഇന്ന് ഈ സമയം ഈ യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറിയ വിശുദ്ധിയിലുള്ള ജീവിതം. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധ